ചാനൽ 13.8 നിയമരംഗം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ വിവിധ പണിഷ്മെൻറ്റുകളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ന് ഒരു പുതിയ ചാപ്റ്ററാണ്, ചാപ്റ്റർ 4, 4ാമത്തെ ചാപ്റ്റർ, ജനറൽ എക്സെപ്ഷൻ, പൊതു അപവാദങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ചില കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷയിൽ നിന്ന് അവയെ ഒഴിവാക്കിയിരിക്കുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെക്ഷൻ 76 ആക്ട് ഡൺ ബൈ എ പേഴ്സൺ ബൗണ്ട് ഓർ ബൈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബിലീവിംഗ് ഹിംസെൽഫ് ബൗണ്ട് ബൈ ലോ. ആക്ട് ഡൺ ബൈ എ പേഴ്സൺ ബൗണ്ട് ബൈ ലോ ഓർ ബിലീവിംഗ് ഹിംസെൽഫ് ബൗണ്ട് ബൈ ലോ. അതാണ്. അതിനൊരു ഉദാഹരണം പറയാം. A is a soldier. He fires on a mob by the order of his superior officer in conformity with the commands of the law. A has committed no offense. ഒരു സോൾജിയർ എ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ ഓർഡർ അനുസരിച്ചുകൊണ്ട് ഒരു ജനക്കൂട്ടത്തിലേക്ക് വെടിവെക്കുന്നു. അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ബൗണ്ട് ബൈ ലോ. അടുത്ത എക്സാമ്പിൾ, an officer of a court of justice being ordered by that court to arrest Y and after due enquiry believing Z to be Y arrest Z, A has committed no offense. ഒരു കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരു പോലീസ് ഓഫീസർ വൈയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. അദ്ദേഹം വൈയെ കണ്ടിട്ടില്ല. വൈ ആണെന്ന് കരുതി അദ്ദേഹം സെഡിനെ അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അടുത്ത സെക്ഷൻ 77 ആക്ട് ഓഫ് ജഡ്ജ് വെൻ ആക്ടിങ് ജുഡീഷ്യലി. ഒരു ജഡ്ജിൻ്റെ ഒരു പ്രവൃത്തി അദ്ദേഹം ജഡ്ജിൻ്റെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ചെയ്യുമ്പോൾ അത് അപവാദമാണ്. നമുക്ക് നോക്കാം. Nothing is an offense which is done by a judge when acting judicially in the exercise of any power which is or which in good faith he believes to be given to him by law. ഒരു ജഡ്ജ് അദ്ദേഹത്തിന് ബൈ ലോ അങ്ങനെ ഒരു അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു ഓർഡർ ഇറക്കുന്നു, ഒരു ജഡ്ജ്മെൻറ്റ്. അത് എന്തായാലും അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വകുപ്പില്ല. സെക്ഷൻ 78 ആക്ട് ഡൺ പെർസുവൻറ്റ് ടു ദി ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡർ ഓഫ് കോർട്ട്. ഒരു ജഡ്ജ്മെൻറ്റോ ഒരു കോടതിയുടെ ഉത്തരവിനെ അനുസരിച്ചുകൊണ്ട് ഒരു ഓഫീസർ, ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ കോടതിയുടെ സ്റ്റാഫോ ചെയ്യുന്ന ഒരു പ്രവൃത്തി കുറ്റകരമല്ല. 79 ആക്ട് ഡൺ ബൈ എ പേഴ്സൺ ജസ്റ്റിഫൈഡ് ഓർ ബൈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബിലീവിംഗ് ഹിംസെൽഫ് ജസ്റ്റിഫൈഡ് ബൈ ലോ. ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുന്നു. അദ്ദേഹം വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് ആ പ്രവൃത്തി ചെയ്യാനുള്ള അധികാരമുണ്ട്, നിയമപരമായ അധികാരമുണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മുകളിലായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലും ഹീസ് നോട്ട് ടു ബി പണിഷ്ഡ്. അതിന് ഉദാഹരണം, എ എന്നൊരു വ്യക്തി സെഡ് എന്നൊരു വ്യക്തി ഒരു മർഡർ ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അത് ചെയ്യുന്നൊരു മർഡർ, കൊലയാണെന്ന് എക്ക് തോന്നുന്നു. എ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൽ ഈ സെഡിനെ അറസ്റ്റ് ചെയ്യുന്നു, പിടിച്ച് വയ്ക്കുന്നു, പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി. പിന്നീട് മനസ്സിലാകുന്നു ഈ സെഡ് ആ കൊല ചെയ്തത് അദ്ദേഹത്തിൻ്റെ സെൽഫ് ഡിഫെൻസിലാണ്, സ്വരക്ഷയ്ക്ക് വേണ്ടി
ചെയ്തതാണെന്ന് പിന്നീട് മനസ്സിലാകുന്നു. അങ്ങനെയാണെങ്കിലും അയാളെ പിടിച്ച് അധികാരികളെ ഏൽപ്പിക്കാൻ വേണ്ടി പിടിച്ചു വെച്ചത് ഒരു തെറ്റായ കാര്യമല്ല. അതിനയാളെ ശിക്ഷിക്കാൻ പറ്റില്ല. അടുത്ത് ആക്സിഡൻറ്റ് ഇൻ ഡൂയിങ് എ ലോഫുൾ ആക്ട്. ഒരു ലോഫുൾ ആക്ട്, നിയമപരമായ ഒരു കാര്യം ചെയ്യുമ്പോൾ സംഭവിക്കാവുന്ന ഒരു അപകടം, അതിൻ്റെ പേരിലും ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പറ്റില്ല. നത്തിങ് ഈസ് എൻ ഒഫൻസ് വിച്ച് ഈസ് ഡൺ ബൈ ആക്സിഡൻറ്റ് ഓർ മിസ്ഫോർച്യൂൺ ആൻഡ് വിത്തൗട്ട് എനി ക്രിമിനൽ ഇൻറ്റൻഷൻ ഓർ നോളേജ് in the doing of a lawful act in a lawful manner by lawful means and with proper care and caution. ഈ രീതിയിലൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു ചെറിയ അപകടമോ ദൗർഭാഗ്യമോ ഒരാളെ കുറ്റവാളിയാക്കുന്നില്ല. അത് ഉദാഹരണം, ഒരു മഴു എടുത്തുകൊണ്ട് ഒരു മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ആഞ്ഞു വെട്ടുമ്പോൾ ആ മഴുവിൻ്റെ ആ ഇരുമ്പ് പീസ് അത് അതിൻ്റെ പിടിയിൽ നിന്ന് ഊരി തെറിച്ചു പോവുകയും അതുകൊണ്ട് ഒരാൾ മരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരു കുറ്റവാളിയല്ല, ഒരു രീതിയിലും അദ്ദേഹത്തെ ശിക്ഷിക്കാൻ കഴിയില്ല. അടുത്ത സെക്ഷൻ 81. ആക്ട് ലൈക്ലി ടു കോസ് ഹാം ബട്ട് ഡൺ വിത്തൗട്ട് ക്രിമിനൽ ഇൻറ്റൻറ്റ് ആൻഡ് ടു പ്രിവെൻറ്റ് അതർ ഹാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാൾക്ക് ഹാം ചെയ്യും, മുറിവേൽപ്പിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു ഹാം ആ വ്യക്തിക്കുണ്ടാകും. അത് തടയാൻ വേണ്ടി നമ്മൾ ചെറിയ ഹാം ചെയ്യുന്നു, അതിന് നമുക്ക് ശിക്ഷയില്ല. അതിന് ഉദാഹരണം, ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റൻ, അദ്ദേഹത്തിൻ്റെ കപ്പൽ ബി എന്ന് പറഞ്ഞ ഒരു ബോട്ടിനെ ഇടിക്കാൻ പോവുകയാണ്. ആ ബോട്ടിന് മുമ്പിൽ, ആ കപ്പലിന് മുമ്പിൽ ഈ ബോട്ട് നിൽക്കുക. അത് 20 യാത്രക്കാരുണ്ട്. അദ്ദേഹം കപ്പലിൻ്റെ കോഴ്സ് തിരിച്ച് ആ ബോട്ടിനെ രക്ഷിക്കാൻ വേണ്ടി കോഴ്സ് തിരിച്ചാൽ സി എന്ന ചെറിയൊരു ബോട്ടിനെ ഇടിക്കും. അതിന് 3 യാത്രക്കാരേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം 20 പേരെ രക്ഷിക്കാൻ വേണ്ടി 3 പേരുള്ള ബോട്ടുള്ള ഭാഗത്തേക്ക് കപ്പൽ തിരിക്കുകയും ആ 3 പേരുള്ള ബോട്ട് തകർന്ന് അവർ മരിക്കുകയും ചെയ്യുന്നു. ഇവിടെ അദ്ദേഹത്തിനെ ശിക്ഷിക്കാൻ വകുപ്പില്ല. ഈ സെക്ഷൻ പ്രകാരം ആ കുറ്റം അദ്ദേഹം ചെയ്തെങ്കിലും അദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹം ശിക്ഷാർഹനല്ല. ഇതിന് മലയാളത്തിൽ മറ്റൊരു ഉദാഹരണം, ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുകയെന്ന് പറയും. പുര കത്തുമ്പോൾ ആ തീ കെടുത്താൻ വേണ്ടി നമ്മൾ ആ പറമ്പിലുള്ള വാഴയൊക്കെ വെട്ടുവാണ്. അതുകൊണ്ട് ആരും നമ്മളെ കുറ്റപ്പെടുത്തില്ല. കുറച്ച് വാഴ പോയാലും തീ കെടുത്താൻ വേണ്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട്. ആ ഉദാഹരണം തന്നെയാണ് ഇതിൽ പറ്റിയത്. അടുത്ത സെക്ഷൻ 82. ആക്ട് ഓഫ് ചൈൽഡ് അണ്ടർ 7 years ഓഫ് ഏജ്. 7 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന ഒരു കുറ്റകൃത്യത്തിനും അവരെ ശിക്ഷിക്കാൻ പറ്റില്ല. സെക്ഷൻ 83. ആക്ട് ഓഫ് എ ചൈൽഡ് എബവ് 7 ആൻഡ് അണ്ടർ 12 ഓഫ് ഇമ്മച്വർ അണ്ടർസ്റ്റാൻഡിങ്. 7 വയസ്സിന് മുകളിലും 12 വയസ്സിൽ താഴെയുമുള്ള ഒട്ടും തന്നെ പക്വതയില്ലാത്ത ഒരു കുട്ടി ചെയ്യുന്ന പ്രവൃത്തികൾക്കും ആ കുട്ടിയെ ശിക്ഷിക്കാൻ പറ്റില്ല. സെക്ഷൻ 84. ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. മനോവൈകല്യമുള്ള, മാനസികമായി ആരോഗ്യമില്ലാത്ത ഒരു വ്യക്തി ചെയ്യുന്ന ഒഫൻസസിനും അദ്ദേഹം ശിക്ഷാർഹനല്ല. ഇവിടെ ഈ മാനസിക വൈകല്യം അല്ലെങ്കിൽ ഇൻസാനിറ്റി, ഭ്രാന്ത്, അതെങ്ങനെ പ്രൂവ് ചെയ്യാത്തുള്ളതാണ്. ഇവിടെ ഈ കേസിൽ സുപ്രീം കോർട്ടിൻ്റെ ഒരു വിധിയാണ്. കേസിൻ്റെ പേര് സെരാളി വാലി മുഹമ്മദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. ഈ കേസിൽ ഈ വ്യക്തി, ഈ സെരാളി വാലി മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അദ്ദേഹത്തിൻ്റെ പെൺകുഞ്ഞിനെയും അവരെ ഒരു ചോപ്പർ കൊണ്ട്, ഒരു വലിയൊരു കത്തി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി. അദ്ദേഹത്തിനെ മർഡറിന് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ വിസ്തരിക്കുകയാണ്, ട്രയൽ നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് അദ്ദേഹത്തിന് മാനസിക കൊണ്ടായിരുന്നു, ഇൻസാനിറ്റി, ഭ്രാന്തുള്ളത് കൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്തത്. കാരണം അദ്ദേഹം വീട്ടിലേക്ക് പോലീസുകാർ വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഓടുകയൊന്നും ചെയ്തില്ല.
അവിടെ കൂളായിട്ട് നിന്നു ഈ പ്രവൃത്തി ചെയ്ത ശേഷം. പക്ഷേ സുപ്രീം കോടതി പറയുന്നത് അദ്ദേഹത്തിന് ഈ കൊല ചെയ്യാനുള്ള ഒരു മോട്ടീവ്, ഒരു പ്രേരക ശക്തി, ഒരു കാരണം അങ്ങനെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പോലീസിന്. എന്തുകൊണ്ടാണ് ഭാര്യയെയും കുട്ടിയെയും കൊന്നതെന്ന് ഒരു തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല. കോടതി പറഞ്ഞത്, ദ സുപ്രീം കോർട്ട് ഒബ്സർവ് ദാറ്റ് ദ ലോ presumes every person of the age of discretion to be sane unless the contrary is proved. അദ്ദേഹം മാനസിക രോഗിയാണെന്ന് കൃത്യമായിട്ട് തെളിയിക്കപ്പെടാത്ത കാലത്തോളം അദ്ദേഹത്തെ നോർമൽ പേഴ്സണായിട്ട് തന്നെ നമുക്ക് നിയമത്തിന് കാണാൻ കഴിയൂ എന്നാണ് കോടതി പറഞ്ഞത്. ആൻഡ് ഹി വാസ് സെൻറ്റൻസ്ഡ്. അടുത്ത സെക്ഷൻ 85, ആക്ട് ഓഫ് എ പേഴ്സൺ ഇൻകാപ്പബിൾ ഓഫ് ജഡ്ജ്മെൻറ്റ് ബൈ റീസൺ ഓഫ് ഇൻടോക്സിക്കേഷൻ കോസ്ഡ് അഗേൻസ്റ്റ് ഹിസ് വിൽ. ഒരു വ്യക്തിയുടെ സ്വന്തം ഇഷ്ടത്തിനെതിരായിട്ട് അദ്ദേഹത്തെ മദ്യമോ മയക്കുമരുന്നോ കൊടുത്ത് മയക്കിയതിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കും അദ്ദേഹം ഉത്തരവാദിയായിരിക്കില്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരാൾ സ്വയം മദ്യപിച്ച് വന്നിട്ട് ഒരു അതിക്രമം ചെയ്താൽ ഹി വിൽ ബി റെസ്പോൺസിബിൾ. പക്ഷേ ഒരാളെ കുടിപ്പിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്ന് കുത്തിവെച്ച് മനസ്സിൻ്റെ താളം തെറ്റിച്ചതിന് ശേഷം അദ്ദേഹത്തെ കൊണ്ട് മറ്റാരോ ഒരു ക്രൈം ചെയ്യിക്കുകയാണെങ്കിൽ ഹി വിൽ നോട്ട് ബി പണിഷ്ഡ്. ഇവിടെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ ഒരു മദ്യപാനി എങ്ങനെ ആവാം, അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതിൽ മറ്റൊരു കേസിൽ ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ട് പറഞ്ഞിരിക്കുന്നത് മിർസ ഗനി ബൈഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് 1997 കേസിൽ പറയുന്നു, വോളണ്ടറി ഡൺഗൺനെസ് ഈസ് നോ എക്സ്ക്യൂസ് ഫോർ കമ്മീഷൻ ഓഫ് എ ക്രൈം. സ്വയം മദ്യപിച്ച് ലെക്ക് കെട്ടിട്ട് ഒരു ക്രൈം ചെയ്താൽ അതിന് യാതൊരു എക്സ്ക്യൂസുമില്ല. ആ ക്രൈം ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ടാവും, മദ്യലഹരിയിൽ മകൻ അച്ഛനെ കൊന്നു, ഭർത്താവ് ഭാര്യയെ അടിച്ചു കൊന്നു, അല്ലെങ്കിൽ മകളെ കൊന്നു, മകനെ കൊന്നു എന്നൊക്കെ വായിക്കും. ഇവിടങ്ങളിലൊക്കെ സത്യത്തിൽ ഈ മദ്യം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വ്യക്തി പലപ്പോഴും ഇങ്ങനെ കൊല ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടാവും. അതിന് ധൈര്യം കിട്ടാൻ വേണ്ടി മദ്യം കഴിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും മദ്യപിച്ചതിന് ശേഷം ചെയ്യുമ്പോഴും ഈ വ്യക്തികൾ തമ്മിൽ കടുത്ത പക, വൈരാഗ്യം ഒക്കെ മുൻകൂട്ടി ഉണ്ടായിരിക്കും. മദ്യം ഒരു ചെറിയൊരു ഹെൽപ്പിംഗ് ഹാൻഡ് മാത്രമാണ്, മദ്യം മാത്രമല്ല കാരണം. അടുത്ത സെക്ഷൻ 86, ഒഫൻസ് റിക്വയറിംഗ് എ പർട്ടിക്കുലർ ഇൻറ്റൻറ്റ് ഓർ നോളേജ് കമ്മിറ്റഡ് ബൈ വൺ ഹൂ ഈസ് ഇൻടോക്സിക്കേറ്റഡ്. ഒരു മദ്യപനായ വ്യക്തി, ഇൻടോക്സിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ മദ്യം മാത്രമല്ല ഏത് തരത്തിലുള്ള ലഹരിയുമാവാം, അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ആവശ്യമായ അറിവ് അല്ലെങ്കിൽ ആ ഇൻറ്റൻഷൻ, ഉദ്ദേശം, അതിൽ ഇൻ കേസസ് വെയർ ആൻ ആക്ട് ഡൺ ഈസ് നോട്ട് ആൻ ഒഫൻസ് അൺലെസ് ഡൺ വിത്ത് എ പർട്ടിക്കുലർ നോളജ് ഓർ ഇൻറ്റൻറ്റ്, എ പേഴ്സൺ ഹൂ ഡസ് ദ ആക്ട് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇൻടോക്സിക്കേഷൻ ഷാൽ ബി ലയബിൾ ടു ബി ഡെൽറ്റ് വിത്ത് ആസ് ഇഫ് ഹി ഹാഡ് ദ സെയിം നോളജ് ആസ് ഹി വുഡ് ഹാവ് ഹാഡ് if he had not been intoxicated, unless the thing which intoxicated him was administered to him without his knowledge or against his will. ഇവിടെ ഒരു വ്യക്തി വളരെ മദ്യത്തിന് അടിമപ്പെട്ട്, ലഹരിക്ക് അടിമപ്പെട്ടിട്ട് ഒരു ക്രൈം ചെയ്യുന്നു. അദ്ദേഹത്തെ നമ്മൾ നിയമം കാണുന്നത് അദ്ദേഹം മദ്യപിച്ചിട്ടില്ലെങ്കിൽ മദ്യപിക്കാതെ ആ ക്രൈം ചെയ്താൽ എന്ത് ശിക്ഷ കൊടുക്കണോ അതേ ശിക്ഷ അയാൾ കൊടുക്കണം. പക്ഷേ ആ ലഹരി അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹമില്ലാതെ അത് നിർബന്ധിതമായിട്ട് അദ്ദേഹത്തിന് കുത്തിവെക്കുകയോ അല്ലെങ്കിൽ വായിൽ കൂടെ ഒഴിച്ച് കുടിപ്പിക്കുകയോ ചെയ്തതാണെങ്കിൽ മാത്രം ഹി ക്യാൻ ബി എക്സ്ക്യൂസ്ഡ്. സെക്ഷൻ 87, ആക്ട് നോട്ട് ഇൻറ്റൻഡഡ് ആൻഡ് നോട്ട് നോൺ ടു ബി ലൈക്ലി ടു കോസ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹർട്ട് ഡൺ ബൈ കൺസെൻറ്റ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ അനുവാദത്തോടു കൂടി, കൺസെൻറ്റോടു കൂടി മരണമോ മറ്റ് മാരകമായ മുറിവോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്നൊരു പ്രവൃത്തി,
അതിന് ഫലമായിട്ടുണ്ടാകുന്ന ആ ക്ഷതം, മരണം അല്ലെങ്കിൽ മുറിവ് അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പറ്റില്ല. അതിന് ഉദാഹരണം, എയും ബിയും കൂടെ ഒരു രസത്തിന് വേണ്ടി അവർ ഫെൻസ് ചെയ്യുന്നു, വാൾപ്പയറ്റ് നടത്തുന്നു. ഇതിൽ രണ്ടുപേരുടെയും കൺസെൻ്റ് ഉണ്ട്, രണ്ടുപേരും പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് വാൾപ്പയറ്റ് നടത്തുന്നത്. ഈ വാൾപ്പയറ്റിൽ ഒരാൾക്ക് മുറിവേൽക്കുന്നു, ബിക്ക് മുറിവേൽക്കുന്നു. എ ഹാസ് കമ്മിറ്റഡ് നോ ഒഫൻസ്. എ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. മാരകമായ മുറിവേൽക്കാൻ സാധ്യതയുള്ള ഒരു വിനോദമാണ് വാൾപ്പയറ്റ്. രണ്ട് വ്യക്തികൾ പൂർണ്ണ സമ്മതത്തോടെ ആ കളിയിൽ ഏർപ്പെടുന്നു. ഒരാൾക്ക് മുറിവേൽക്കുന്നു, അതിൽ മറ്റേയാൾ കുറ്റവാളിയല്ല. 88 ആക്ട് നോട്ട് ഇൻറ്റൻഡഡ് ടു കോസ് ഡെത്ത് ഡൺ ബൈ കൺസെൻറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ പേഴ്സൺസ് ബെനിഫിറ്റ്. രണ്ട് വ്യക്തികൾ തമ്മിൽ പൂർണ്ണ സമ്മതത്തോടെ ഒരു കാര്യം ചെയ്യുന്നു, അതിൽ ഒരാളുടെ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം, അതിൽ ഒരു മരണം സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കാം എന്നുള്ളൊരു ചിന്തയില്ല, പക്ഷേ മരണം സംഭവിക്കുന്നു. അവിടെയും ആ മറ്റേ വ്യക്തി ശിക്ഷാർഹനല്ല. അതിൻ്റെ ഉദാഹരണം, എ ഈസ് എ സർജൻ. അയാൾ ബിയിൽ ഒരു സർജറി നടത്തുന്നു. ഈ സർജറിയുടെ ഫലമായിട്ട് ഒരുപക്ഷെ ഡെത്ത് സംഭവിക്കാം. പക്ഷേ ഡെത്ത് സംഭവിക്കും എന്ന് വിചാരിക്കാതെ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കാതെയാണ് ഈ സർജറി നടത്തുന്നത്. സർജറിക്ക് ശേഷം ബി സുഖപ്രാപ്തി ലഭിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്നൊരു സർജറിയാണ്. അതിൽ ഈ ബിയുടെ പൂർണ്ണ അനുവാദമുണ്ട്. പക്ഷേ ബി മരിക്കുന്നു ഓപ്പറേഷനിൽ. അത് എ കുറ്റവാളിയല്ല. ഇവിടെ വേറൊരു കാര്യം, ഇവിടെ ഈ രണ്ട് കേസുകളിൽ നമ്മൾ കണ്ടത് കൺസെൻറ്റ് ഉണ്ടെന്നുള്ളതാണ്. ഈ ഓപ്പറേഷനിൽ രോഗിയുടെ കൺസെൻറ്റ്, ആ വാൾപ്പയറ്റിൽ രണ്ടുപേരുടെയും പൂർണ്ണ കൺസെൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ കൺസെൻറ്റ് ഉള്ളതുകൊണ്ട് മാത്രം ചില ക്രൈമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അതിന് ഉദാഹരണമാണ് കൺസെൻറ്റ് ഇൻ റേപ്പ്. സെക്ഷൽ ഇൻ്റർകോഴ്സിൽ സ്ത്രീയുടെ കൺസെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് കുറ്റകൃത്യമാവുന്ന ഒരു കേസാണ് ഇഫ് ദ ഗേൾ ഇൻ ക്വസ്റ്റ്യൻ ഈസ് ബിലോ 16 years. 16 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു പെണ്ണാണെങ്കിൽ അവളുടെ സമ്മതത്തോടു കൂടി ചെയ്താൽ പോലും അത് ഒരു ഒഫൻസാണ്, ഇറ്റ് ഇസ് എ റേപ്പ്. അപ്പോൾ നമ്മൾ ഈ പരിപാടി ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. ഈ ചാപ്റ്ററിലെ മറ്റ് എക്സെപ്ഷൻസ് അടുത്ത എപ്പിസോഡിൽ തുടരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി.